നമ്മളുടെ മക്കൾ അല്ലെങ്കിൽ നമ്മളുടെ ഭർത്താവ് അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിലുള്ളവർ പറയണമെങ്കിൽ അങ്ങനെ അല്ല പറയാനുള്ളത്. മരിക്കണത് വരെ അങ്ങനെ ഇങ്ങനെ അങ്ങ് ജീവിക്കാനേ കഴിയത്തുള്ളൂ. മറ്റുള്ളവരെ വേദനിപ്പിക്കാത്ത രീതിയിൽ നമ്മൾ കൊണ്ടുപോകാന്നുള്ളതാണ് വാസ്തവം. ഇനിയിപ്പൊ ആര് എന്ത് അഭിപ്രായം പറഞ്ഞിട്ടും കാര്യമില്ല. എല്ലാവർക്കും സലു കിച്ചണിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നല്ല പൂ പോലത്തെ അപ്പവും അതുപോലെ തന്നെ നല്ല ഇറച്ചിക്കറിയുടെ ടേസ്റ്റിലുള്ള ഒരു കറിയും തയ്യാറാക്കുന്നത്. അപ്പം ഇന്ന് അതാണ് റെഡിയാക്കുന്നത്. അപ്പം ദാ നമ്മളുടെ അപ്പത്തിൻ്റെ മാവൊക്കെ നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഈസ്റ്റോ സോഡാപ്പൊടിയോ ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഇത് റെഡിയാക്കുന്നതിൻ്റെ റെസിപ്പി കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ ചെന്നാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് കേട്ടോ. ഇത് നമ്മൾ കപ്പി കാച്ചിട്ടല്ലേ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ദാ ഇത് നല്ലതുപോലെ പതഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല അടിപൊളി അപ്പം ഈ ഒരു മാവിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ ഇന്നലെ കുതിർത്ത് വെച്ച കടലയാണേ. നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും സവാള അരിഞ്ഞതേ ഒരെണ്ണമാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ എരിവിൻ്റെ ഭാഗത്തിന് പച്ചമുളക് ഞാൻ 2 പച്ചമുളക് ഇട്ട്, പിന്നെ ഇതാ തക്കാളി ഒരെണ്ണം, കുറച്ച് കറിവേപ്പില. നല്ല ഇറച്ചിക്കറിയുടെ ടേസ്റ്റിലെ കടലക്കറിയാണേ. പാകത്തിനുള്ള ഉപ്പ്, കുറച്ച് വെള്ളം, ഒരുപാട് വെള്ളം ഒഴിക്കത്തില്ലേ. നമുക്കൊരു 4-5 വിസിൽ വരെ ഇതൊന്ന് വേവിച്ചെടുക്കാം. നമുക്ക് തേങ്ങയും പിന്നെ കുറച്ച് കുരുമുളക്, അതുപോലെ തന്നെ കുറച്ച് ഗ്രാമ്പു, 2-3 ഗ്രാമ്പു, ഒരു 3-4 പട്ട ചെറിയ പീസേ, പിന്നെ ഒരു 3 ഏലക്കായ. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് കശകശ, അതായത് പോപ്പി സീഡില്ലേ, അതിട്ട് കൊടുക്കുവേ. അപ്പോഴാണ് ശരിക്കും ആ ഇറച്ചിക്കറിയുടെയൊക്കെ രുചി വരുന്നത്. അത് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂണ് പെരിഞ്ചീരകം കൂടെ ഇതൊന്ന് വറുത്ത് കൊടുക്കേ. ഒരു 2 ചുവന്നുള്ളി അരിഞ്ഞും കൂടി ഇട്ടിട്ട് വേണം നമുക്കൊന്ന് വറുത്തെടുക്കാൻ. നമുക്ക് സമയമൊക്കെ കൂടുതലുള്ള അവസരങ്ങളിൽ നമ്മൾ ഇതുപോലെ കൊച്ചുള്ളി ചേർക്കാതെ ബാക്കിയെല്ലാം ചേർത്ത് ഇതുപോലെ വറുത്ത് നമ്മൾ കണ്ടെയ്നറിൽ അടച്ച് വെക്കുകയാണെങ്കിലുണ്ടല്ലോ, പെട്ടെന്ന് നമുക്കൊരു കടലക്കറിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഈ മസാല ആവശ്യത്തിനെടുത്ത് അരച്ചുണ്ടാക്കാം. പക്ഷെ അങ്ങനെ ഉള്ളപ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ തേങ്ങ നല്ല മൂക്ക വറക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കേടായിപ്പോകും. ഇതിങ്ങനെ മൂത്ത് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പൊടികളും കൂടി ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇതുപോലെ ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. പൊടികൾ കരിഞ്ഞാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചേക്കണേ. ഇത്രയും മതി. ഇപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുത്ത ശേഷം അരച്ചുകൊണ്ട് വരാം. ഞാനിപ്പോൾ ഇതാ ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇനിയിപ്പോൾ ഒന്ന് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ പെട്ടെന്ന് അരഞ്ഞ് കിട്ടും. കറക്റ്റ് പരുവത്തിന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് അരപ്പൊഴിച്ചെടുക്കാം. നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ഇളക്കിയ ശേഷം പാകത്തിനുള്ള വെള്ളം ഈ മിക്സിയുടെ ജാറിൽ എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പം തന്നെ നല്ല മണം വരുന്നുണ്ട്, നമ്മൾ പോപ്പി സീഡൊക്കെ ചേർത്തോണ്ടേ.
കുറച്ച് ഉപ്പിൻ്റെ കുറവ് തോന്നി. ഇത്രയും മതി. ഇനി നമുക്കൊന്ന് താളിച്ചിടാമേ. നമ്മൾ ഈ വെളിച്ചെണ്ണയിൽ തന്നെ ഇത് താളിച്ചിടുന്നതാണ് നല്ലത് കേട്ടോ. കടുകൊന്ന് പൊട്ടിച്ചു കൊടുക്കേ. പച്ചമുളക്, കൊച്ചുള്ളി, കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. കൊപ്ര ഇഷ്ടമുള്ളവർക്ക് അതും ചെയ്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് കൊപ്ര ഇവിടെ ഇവർക്കൊന്നും വലിയ താല്പര്യമില്ല. ഇത് നല്ലോണം ഒന്ന് മൂട്ടോട്ടെ. ഇനി ഗ്യാസ് ഓഫ് ചെയ്തിട്ടൊരു 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കേ. ഈ താളിച്ച് നമുക്ക് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. കടലക്കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് കുറച്ച് ബട്ടർ ഒന്ന് ഞാൻ കറി കൊടുക്കണേ. ഇതേത് അപ്പച്ചട്ടിന്നറിയാവോ? കഴിഞ്ഞതിൽ ഞാൻ കാണിച്ചില്ലേ, ഞാൻ അപ്പം ഉണ്ടാക്കാൻ കാണിച്ചു തരാം. അപ്പം ഉണ്ടാക്കുമ്പോൾ കാണിച്ചു തരാം. ഇൻഡസ് വാലിയുടേതാണേ, കാസ്റ്റേണ്ട. അപ്പം നമുക്ക് മാവ് കോരി ഒഴിച്ച് ചുട്ടു വെക്കാം. നമുക്കൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. കാസ്റ്റേണ്ട അപ്പച്ചട്ടി എന്ന് പറഞ്ഞാൽ അത് അടിപൊളിയാണ്. എനിക്ക് നോൺ സ്റ്റിക്ക് എനിക്ക് ഇഷ്ടമേ അല്ല. നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ്? നോൺ സ്റ്റിക്കാണോ ഇഷ്ടം, കാസ്റ്റേനാണോ? ഇതിലുണ്ടാക്കുന്ന അപ്പത്തിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ശരിക്കും ഇത് നോൺ സ്റ്റിക്കിൽ ഇളകുന്ന പോലെ തന്നെ ഇതാ ഇളകി വന്നിട്ടുണ്ട് കണ്ടോ. സൂപ്പർ നല്ല പൂ പോലത്തെ അപ്പം ഇതാണ്ട. അപ്പം ഉണ്ടാക്കുമ്പോൾ പലർക്കും ഇളകി കിട്ടില്ല എന്ന് പറയുന്നവര് ഇതുപോലെ ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ ഞാൻ പഴക്കെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാ നമ്മുടെ മാവ് കോരി ഒഴിച്ച് ചുറ്റിച്ചു കൊടുക്കാം. കണ്ടോ, ശരിക്കും നല്ല നോൺ സ്റ്റിക്കിൽ ഇളകി കിട്ടുന്നത് പോലെ തന്നെ ഇളകി വരും. നല്ല പൂ പോലത്തെ അപ്പം റെഡിയാണേ. ഇത് തണുത്ത അപ്പമുണ്ട്, ഞാൻ കാണിച്ചു തരാമേ. വേണ്ട, ഭയങ്കര സോഫ്റ്റായിട്ടുള്ള അപ്പമാണേ. ശരിക്ക് കലത്തപ്പം പോലെയൊക്കെ നല്ല ആരുകളുള്ള അപ്പമാണ് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്ര സോഫ്റ്റാണ്. അടിപൊളി അപ്പമാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരണേ. അപ്പം നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. നല്ല ആര്യകളുള്ള അപ്പമാണ്. ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ ഈ 1-2 ചേരുവ അതില് ഇങ്ങനെ ചേർക്കുമ്പോൾ തന്നെ ആ കറിക്ക് വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അപ്പം നല്ല, ഞാൻ പറഞ്ഞില്ലേ, ഇറച്ചിക്കറിയുടെ ടേസ്റ്റിലുള്ള കടലക്കറിയാണ്. അപ്പം എന്തായാലും നിങ്ങൾ ഉറപ്പായിട്ട് ഇഷ്ടപ്പെടുന്ന തന്നെയാണ് എന്റെ വിശ്വാസം. സാറിന് ഉണ്ടാക്കുന്നതിനായിട്ട് വ്യത്യസ്തമായിരുന്നു. അതെനിക്ക് വന്ന് എന്തോ നീ അഡീഷണൽ ചേർത്തല്ലേ?
ഓരോന്നും ഓരോ രീതിക്കല്ലേ ഉണ്ടാക്കണത്. അപ്പൊ ആ ഒരു ചേരുവയിൽ വരുന്ന മാറ്റങ്ങളിൽ ഇപ്പൊ 1-2 പീസൊക്കെ ആണെങ്കിൽ നമ്മൾ ആ ചേർക്കുമ്പോൾ അതിൻ്റെതായ വ്യത്യാസം ഉണ്ടാവേ. പിന്നെ ഇപ്പം സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാലോ. ശരിക്കും പറഞ്ഞ അല്ലേ, ഞാൻ എന്റെ അഭിപ്രായം പറയട്ടെ സോഷ്യൽ മീഡിയയെ പറ്റി. സോഷ്യൽ മീഡിയ നമ്മള് വരുമാന മാർഗമായിട്ടും അല്ലെങ്കിൽ പ്രസിദ്ധിക്കും മാത്രമല്ല, നമ്മളൊരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉണ്ടാവണം. നമ്മളൊരു വീഡിയോ കണ്ടാൽ നമുക്ക് അതുകൊണ്ട് ഒരാൾക്കെങ്കിലും ഒരു ഉപകാരം ഉണ്ടാകുന്ന എന്തെങ്കിലും ചെയ്യണം. അല്ലാതെ നമ്മൾ എങ്ങനെയും റീച്ച് കൂട്ടാനോ അല്ലെങ്കിൽ പ്രസിദ്ധിക്കോ അല്ലെങ്കിൽ ചിലർക്ക് പൈസ ആയിരിക്കും അതിന്റെ മോട്ടീവ്, അങ്ങനെ ആവല്ലേ. നമ്മളിതെല്ലാം വേണം, ഇല്ലെന്ന് ആരും പറയുന്നില്ല. പക്ഷെ അതിന്റെ കൂട്ടത്തിൽ ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉണ്ടാകും. നമ്മളൊക്കെ ഇൻഫ്ലുവൻസേഴ്സ് എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. പക്ഷെ നമ്മൾ ഓരോ പ്രവൃത്തിയും ചിലർ ഇത്രയും ആൾക്കാർ കാണുന്നെങ്കിൽ 1-2 പേരിലെങ്കിലും ഒരു മാറ്റങ്ങൾ ഉണ്ടാക്കും. നല്ല ഇപ്പം നമ്മളെ സംബന്ധിച്ചാലും ഫാമിലി ബ്ലോഗ് ആകുമ്പോൾ നമ്മളെ വീട്ടിലെ പെരുമാറ്റങ്ങൾ, കുട്ടികളെ നോക്കുന്ന രീതി, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ അതുപോലെ തന്നെ നിന്റെ കേസിലാണെങ്കിൽ വ്യത്യസ്തമായ പാചകങ്ങൾ ഇപ്പൊ നമ്മൾ പല രീതിയിൽ ചെയ്യാറുണ്ടല്ലോ. സിമ്പിൾ റെസിപ്പി എന്ന് പറഞ്ഞിട്ട് നമ്മള് കാണിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, ഞാൻ എന്റെ എല്ലാ വീഡിയോയിലും നിങ്ങളുടെ അഭിപ്രായം കൂടി പറയണം. കാരണം ആരും എല്ലാം തികഞ്ഞ ആൾക്കാരല്ല. അല്ല, അത് മാത്രമല്ല സമയം, നമ്മളിപ്പം നമ്മളെ വീട്ടിലെ കാര്യങ്ങള് അതേപോലെ നമ്മളിപ്പം എന്തെങ്കിലും പാകം ചെയ്യുന്ന അന്നത്തെ ആഹാരമാണ് നമ്മൾ കാണിക്കുന്നത്. അല്ലാതെ നമ്മൾ ഒരു വീഡിയോയ്ക്ക് വേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അതിന്റെ ഒരു കണ്ടന്റ് ഉണ്ടാക്കി നമ്മുടെ വീഡിയോ കാണുന്നവർക്കറിയാം. ഇപ്പൊ ഈ പറഞ്ഞ മാതിരി കണ്ടന്റ് ഉണ്ടാക്കി ചെയ്യണവർക്ക് ചിലപ്പോൾ റീച്ച് കൂടുതലായിരിക്കാം. പക്ഷെ അതില് കാര്യമില്ല കേട്ടാ. നമ്മൾ എന്താണോ അത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ആ മറ്റുള്ളവരെ വേദനിപ്പിക്കാത്ത രീതിയിൽ നമ്മൾ കൊണ്ടുപോകാന്നുള്ളതാണ് വാസ്തവം, അല്ലെ? അത് മാത്രമല്ല സമയം, നമ്മൾ ഈ കാണിക്കുന്നത് നമ്മളിൽ ഉണ്ടായിരിക്കണം. ഈ ഒരു മോട്ടിവേഷൻ ഒക്കെ നടത്തും, അത് ഇല്ലാത്തവര് നടക്കില്ല. അപ്പൊ നമ്മളെ വീട്ടില് എന്താണോ നമ്മൾ റിയൽ വെളിയിൽ പോയാലും നമ്മള് സംസാരം, ചിലര് വീഡിയോയ്ക്ക് വേണ്ടി വേറെ സംസാരമായിരിക്കും. നമ്മളെ യഥാർത്ഥ ഭാഷ രീതി ഉണ്ടാവും. ചിലപ്പോ നമ്മള് തിരുവനന്തപുരത്ത് സ്ലാങ് ഉണ്ടാവും, അല്ലെങ്കിൽ മറ്റുള്ളവർ ഇഷ്ടപ്പെടാൻ വേണ്ടിട്ട് ആ ഒരു ലാംഗ്വേജിനെ മാറ്റിയിട്ട് പറയുക. അത് എക്സാമ്പിൾ പറയണത് ഏതാ കോമഡി കണ്ടന്റ് ഉണ്ടാക്കുന്നവര് അവരുടെ ജീവിതത്തിൽ അത് നമ്മള് എന്റർടൈൻമെന്റ് എന്ന് തന്നെ എന്റർടൈൻമെന്റ്. നമ്മളിതല്ലല്ലോ, നമ്മള് ലൈഫ് ബ്ലോഗറും അല്ലെങ്കിൽ വീഡിയോ നമ്മള് ഫാമിലി ബ്ലോഗറും ഒക്കെ ആവുമ്പോ നമ്മള് വീട്ടിലെ കുക്കിങ്, വീട്ടിലെ രീതികള്, കുട്ടികളെ നോക്കുന്ന രീതി, കുട്ടികളായിട്ടുള്ള പെരുമാറുന്ന രീതി, നമ്മൾ അത് ഒരു എല്ലാവർക്കും നമ്മൾ 1,00,000 പേര് അല്ലെങ്കിൽ 50,000 പേര് കാണുന്നെങ്കിൽ ഒരു 10 പേർക്കെങ്കിലും എന്തെങ്കിലും അത്രയേ ഉള്ളൂ. പിന്നെ അതിനെ വേദിപ്പിക്കുകയും നമ്മൾ ഉദ്ദേശം മാറിപ്പോയില്ല ഒരിക്കലും. നമ്മൾ എപ്പോഴും നമ്മൾ ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ നമ്മൾ കണ്ടന്റ് ക്രിയേറ്റർ എന്നൊക്കെ പറഞ്ഞാൽ തന്നെ നമ്മളൊരു സോഷ്യൽ ഇതാണ്, ഒരു വ്യക്തികളാണ് അല്ലേ. നമ്മളെ നമ്മളെ ഈ സമൂഹത്തിൽ എന്തെങ്കിലുമൊക്കെ ഗുണങ്ങൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അറിവുകൾ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ എനിക്ക് ഈ ഒരു സംഭവം കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വേദനയായിപ്പോയി കേട്ടോ. വേദനയായിപ്പോയി എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിച്ചു നോക്കണം. ആ ഒരു വ്യക്തി ഒരു തെറ്റും അതിൽ ചെയ്തതായിട്ട് നമ്മളാരും കണ്ടിട്ടില്ല, അല്ലെ? അപ്പോ നമ്മളുടെ മക്കൾ അല്ലെങ്കിൽ നമ്മളുടെ ഭർത്താവ് അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിലുള്ളവർ ആ സ്ഥാനത്തായിരുന്നു എങ്കിൽ എന്ന് ഒരു നിമിഷം ചിന്തിക്കുമ്പം ആ വേദനകൾ തിരിച്ചറിയാൻ പറ്റും. ഇതൊന്നും ഇല്ലാത്ത മൂളയില്ലാത്ത ഒരു ഈ പറഞ്ഞ മാതിരി കുറച്ച് ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ തന്നെ പറയാൻ പറ്റൂ. പറയണമെങ്കിൽ അങ്ങനെ അല്ല പറയാനുള്ളത്. ശരിക്കിത് ആ അച്ഛന്റെയും അമ്മയുടെയും വേദന എന്ന് ഓർത്തു നോക്കിക്കേ. അവർക്കതിനിപ്പം അവർക്ക് ഇങ്ങനെ മരിക്കണത് വരെ ഇങ്ങനെ അങ്ങ് ജീവിക്കാനേ കഴിയത്തുള്ളൂ. അതാണ് വാസ്തവം. അതെപ്പോഴും ഇപ്പൊ നമ്മുടെ മക്കളൊക്കെ ബസ്സിലൊക്കെ കയറുന്നതാണ്, അല്ലെ? അപ്പൊ അവർക്കും ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അവര് നിരപരാധിയായിരിക്കും. 10 പേര് ഈ പറഞ്ഞ മാതിരി അദ്ദേഹം അത് ചെയ്യാനുള്ള കാരണം എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയാവോ, അവരുടെ അഭിമാനം നഷ്ടപ്പെട്ടു പോയി. കാരണം എല്ലാവരും ഒരേ സ്വരത്തിൽ അയാൾ കൊള്ളത്തില്ല, അയാൾ നല്ലൊരു മനുഷ്യനായിരിക്കും. അപ്പൊ ഇങ്ങനെ കല്ലെറിയുമ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങ് ചെയ്തു പോയതായിരിക്കും. എന്തായാലും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുള്ളൂ. എല്ലാം നമ്മളിപ്പം പുതുതലമുറ ഇതിലേക്ക് വരുന്നവരെല്ലാരും നമ്മളിപ്പോ കുറെ കാലമായിരുന്നു, നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷെ പുതിയ വരുന്നവരൊക്കെ ഒരു കാര്യം ശ്രദ്ധിക്കുക, മറ്റുള്ളവർക്ക് വേദനിക്കുന്ന രീതിയിൽ ഇപ്പൊ നമുക്ക് ഒറിജിനലായിട്ടുള്ളത് ഇല്ലെങ്കിൽ നമുക്ക് കണ്ടന്റ് ഇല്ലെങ്കിൽ അന്ന് വീഡിയോ ചെയ്യണ്ട, അത്രേ ഉള്ളൂ. അല്ലാതെ എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ആവാതിരിക്കാൻ ശ്രമിക്കുക.
അപ്പൊ ഇത് ജസ്റ്റ് നമുക്കൊന്ന് പറയണം തോന്നിയുണ്ട്. ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞപ്പോ ഒന്നിരുന്ന് സംസാരിക്കാന്നൊരു ഐഡിയ വന്ന് നിങ്ങളുടെയും അഭിപ്രായങ്ങൾ പറയാം. ഇനിയിപ്പോ ആര് എന്ത് അഭിപ്രായം പറഞ്ഞിട്ടും കാര്യമില്ല. ആ അച്ഛനും അമ്മയ്ക്ക് നഷ്ടപ്പെടാനുള്ളത് നഷ്ടപ്പെട്ട് കഴിഞ്ഞു. ഇനി എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പൊ ഇതാണ് ഇപ്പൊ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ ഒരു മാറ്റം വരാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. അത്ര തന്നെ ഉള്ളൂ. അപ്പൊ ഇന്ന് ചായക്ക് ഒരു സ്പെഷ്യൽ ഐറ്റമാണ് ഞാൻ റെഡിയാക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് കുരു കളഞ്ഞ ഒരു 10-12 ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയും. പിന്നെ നമുക്ക് വേണ്ടത് കാശ്മീരി ചില്ലി പൗഡറാണ്. അത് ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട്. പിന്നെ നമുക്ക് പഞ്ചസാര ഞാനിവിടെ 2 ടേബിൾ സ്പൂണോളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കൈപ്പിടി മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കണം. ഇതൊക്കെ ഇട്ടാലേ നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. പാകത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇനി ഇതൊന്ന് അരച്ചെടുക്കാം. ഒരു പേസ്റ്റ് രൂപത്തിൽ വേണം നമ്മളിത് അരച്ചെടുക്കാനുള്ളത്. അപ്പം ഞാൻ നമ്മളുടെ കൊള്ളി ഉണ്ടല്ലോ, കൊള്ളി ചിപ്സ്, അത് ഒരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പം ഈ ഒരു രീതിയിലുള്ള കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇതിനൊപ്പം ഞാൻ കുറച്ച് പുഴുങ്ങിയ കടലയും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മളിത് അരച്ചെടുത്ത ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഈ പേസ്റ്റ്, എന്താ ടേസ്റ്റാണെന്നറിയോ. അത് വായിൽ വെച്ച് ഇങ്ങനെ ഉണഞ്ഞ് കഴിക്കണം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇത് ഞാൻ എൻ്റെ റീൽസിലും ഷോർട്ടിലും ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്ന് കുറച്ച് വെറൈറ്റി ഞാൻ ഇതിലേക്ക് ചേർത്തതെന്ന് വെച്ചാൽ പുഴുങ്ങിയ കടല ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഇട്ടിട്ട് കഴിക്കുമ്പം ശരിക്കും പറഞ്ഞാൽ നല്ല രുചിയാണ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ ഒരു പ്രാവശ്യവും ട്രൈ ചെയ്ത് നോക്കാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കി, ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു തക്കാളി അരിഞ്ഞത്, കുറച്ച് മല്ലിയില, പിന്നെ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ഇത്രയും കൂടി ചേർത്ത് എല്ലാം ഇനിയിപ്പം ഒന്ന് ഇളക്കിയെടുക്കണേ. ഇതെല്ലാം ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ശരിക്കും നമ്മൾ ഈ പാനിപ്പൂരിയൊക്കെ കഴിക്കുമ്പം കിട്ടുന്ന ഒരു ചാട്ടില്ലേ, ആ ഒരു ടേസ്റ്റാണ് ഇതിന് കിട്ടുന്നത് കേട്ടോ. ആ ഒരു ഈത്തപ്പഴത്തിൻ്റെ മധുരവും പിന്നെ ചെറിയ പുളിയും എല്ലാം ആയിട്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഞാൻ ഈ കണ്ടെയ്നർ അടച്ചിട്ട് ഇനി നല്ലതുപോലെ ഒന്ന് കുലുക്കിയെടുക്കും കേട്ടോ. അപ്പോഴേ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കൊള്ളിയിലേക്ക് ആ ഒരു ഇതിൻ്റെയൊക്കെ പേസ്റ്റ് നല്ലതുപോലെ ഒന്ന് കോട്ട് ചെയ്ത് വരത്തുള്ളൂ. അപ്പം നല്ലതുപോലെ ഒന്ന് കുലുക്കിയെടുത്താൽ മതി. അപ്പം കുട്ടികൾക്കൊക്കെ നമ്മളിത് കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് അവർക്ക് ഇഷ്ടപ്പെടും. ഇപ്പം നമ്മൾ വെളിയിൽ ചെന്ന് പാനിപൂരിയൊക്കെ വാങ്ങിച്ച് കഴിക്കുന്ന ആ സെയിം ടേസ്റ്റ് തന്നെയാണ് നമുക്ക് ഇതിന് കിട്ടുന്നത്. പിന്നെ ഇത് നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. ഈ വീട്ടിൽ ഈത്തപ്പഴമൊക്കെ ഉണ്ടെങ്കിൽ പുളിയൊക്കെ എല്ലാവരുടെയും വീടുകളിലുള്ളതാണ്. അപ്പം ഉറപ്പായിട്ടും ഒട്ടുമുക്കാൽ പേർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. ശരിക്കും ഇത് കാണുമ്പോൾ തന്നെ വായിൽ നമുക്ക് ഇങ്ങനെ വെള്ളം വരും കേട്ടോ. അപ്പം ഈ കടലയൊക്കെ ഇട്ടത് കൊണ്ട് തന്നെ ഇത് കുട്ടികൾക്കൊക്കെ കൊടുക്കാനും നല്ലത് തന്നെയാണ് കേട്ടോ. അപ്പം ഇതിൽ തന്നെ നമുക്ക് പല ടൈപ്പിൽ വെറൈറ്റി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അല്ലാതെ ഇങ്ങനെ തന്നെ ഉണ്ടാക്കാവൂ അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഇതൊരു ബേസിക് മോഡലാണ്. ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഇത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമല്ലേ. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ശരിക്കും പറഞ്ഞാൽ നല്ല കിഡു ടേസ്റ്റ് ആണെന്ന് തന്നെ പറയാം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് വീട്ടിൽ പ്രായമായവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഉണ്ടാക്കി കൊടുത്തു നോക്കൂ, ഉറപ്പായിട്ടും അവർക്ക് ഇത് ഇഷ്ടപ്പെടും കേട്ടോ. പൂ എവിടെ എവിടെ? ഫോൺ എവിടെ സനക്കുട്ടിയുടെ? എവിടെ? എങ്ങനെ ഫോൺ ചെയ്യുന്നത്? നന്നാനാ വിളിച്ചേ? സെൽഫി എടുക്കാടാ. വാവ സെൽഫി എടുക്ക. ഇവിടെ വന്ന് സെൽഫി എടുത്തേ. ഈ ഫ്ലവറിൻ്റെ അവിടെ ബാക്ക്ഗ്രൗണ്ട് ആക്കിയിട്ട് നോക്കട്ടെ. ആ ഇച്ചിരി ഇവിടെ താഴേക്ക് ഇറങ്ങണം. ആ ഓ അത് ശരി, ഇങ്ങനാണല്ലേ. എവിടെ മോളെ? ഏത് മുള്ള മോളെ? പറിക്കരുതേ.